ജെ.എൻ.യുവിലെ സാംസ്കാരിക മുഖമായ വിളക്കിൻ്റെ 21ാം വാർഷികത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത് ഏറ്റവും സന്തോഷമുണ്ട്. ഇന്നത്തെ ചർച്ച ഇനിമേൽ പറയുന്ന സാംസ്കാരികതയും വിളക്കിൻ്റെ യാത്രയും. ഞാൻ ആദ്യമേ വിളക്കിൻ്റെ യാത്രയെന്ന് പറയാം. വിളക്കിൻ്റെ യാത്ര പങ്കെടുത്തത് കൊണ്ട് ഞാൻ ഇവിടെ 10 കൊല്ലം പഠിച്ചതിനേക്കാൾ കൂടുതൽ അറിവ് വിളക്കിൻ്റെ യാത്രയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ പലയിടത്തും ശക്തനായി മുന്നേറാനും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും പറയുവാനും എനിക്ക് ഒരു ധൈര്യം പകർന്നു തന്ന ഈ വിളക്കിനെ അനുമോദിക്കാതിരിക്കുവാൻ എനിക്ക് കഴിയില്ല. പിന്നെ പറയുവാനുള്ളത് നമ്മുടെ സാംസ്കാരിക ഇത് പ്രധാനമായും ചെന്നുകൊള്ളുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന്. അത് ചർച്ചയിൽ പങ്കെടുത്ത പലരും മറച്ചു വയ്ക്കുകയോ അറിയാതെ പോവുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ കൊള്ളുന്നു. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് യുടെ പ്രവർത്തനത്തിൽ അവർ ക്രിമിനാലിറ്റിയെ ഉത്സവമാക്കിയ നമ്മളെല്ലാം പറയും, നമ്മുടെ എല്ലാം ഭരണഘടനയിൽ നമ്മളാണ് പവർഫുള്ളത്. പക്ഷേ നമ്മളല്ല പവർഫുൾ, അധികാരം കൈയാളുന്നവരാണ് യഥാർത്ഥ പവർഫുള്ളായിട്ടുള്ളത്. നമ്മൾ എപ്പോഴാണ് പവർഫുള്ളാകുന്നത്? ഒരു സെക്കൻഡ് മാത്രമാണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ അത് നമ്മളെ വോട്ടിടാൻ ചെന്നിട്ട് ഇവർക്ക് വോട്ട് കുത്തുന്ന നേരത്താണ് നമ്മൾ പവർഫുള്ളാകുന്നത്. അതൊഴിച്ചാല് ഇവിടെ നിന്നവരാണ് പവർഫുൾ. അതാരാണ്? ഇപ്പൊ ഒരു വിഭാഗം ക്രിമിനാലിറ്റി ഉത്സവമാക്കുമ്പോൾ അതിനുശേഷം വരുന്ന മറ്റൊരു വിഭാഗം കൊടിയ അഴിമതിയെ ഉത്സവമാകും. ഇതിന്റെ എല്ലാം മത്സരത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിയാണ് പാവം ജനങ്ങളെ വസിക്കുന്നത്. പണ്ട് കാലത്ത് സാറ് പറയുന്ന പോലെ കളരി വിളക്കുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു, പ്രദേശങ്ങളിലല്ല. അന്ന് അധികാരി വർഗത്തെ ഓരോ ദേശത്തും കളരി വിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ കളരി വിളക്കുകളെല്ലാം അധികാരം കയ്യേറിയ കാലഘട്ടത്തിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയെ പോലുള്ള രാജാക്കന്മാര് അതെല്ലാം അടച്ചു കിടന്നു. പല കളരി വിളക്കുകൾ അടച്ചു. ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ രാജകുമാരനായ മാർത്താണ്ഡവർമ്മയെ കരുപ്പിടിപ്പിച്ച പ്രദേശമാണ് നമ്മുടെ ഈ ചിറയൻകീഴ്ക്കാവ്. അത് ആർക്കും നിഷേധിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചിറയൻകീഴ്, അഞ്ചുതെങ്ങ് കോട്ട, ആറ്റിങ്ങൽ കൊട്ടാരം ഇതൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെയാണ് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ കലാപവും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിന് വളരെയധികം ഈ നമ്മുടെ സംസ്കാരത്തെ കീഴ്മേൽ മറിക്കുന്ന, അല്ലാതെ വ്യക്തികളോ സാംസ്കാരിക നായകന്മാരോ ഒന്നുമല്ല, അധികാരം കൈയാളുന്ന ആളുകളാണ് നമ്മുടെ സാംസ്കാരികതയെ കീഴ്മേൽ മറിക്കുന്നത്. അത് ഒരു സാഹിത്യകാരൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയേണ്ടി വരും. പിന്നെ നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പലതും നമുക്ക് തകർക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ ഒരു ഇടുക്കിയിലെ
അണക്കെട്ട് ഒരു ജലഭൂമായി നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്ന ആ അണക്കെട്ട് എപ്പോഴും വേണോ തകരാവുന്ന സ്ഥിതിയിലാണ്. അത് ഒരു സായിപ്പ് ഇവിടെ വന്ന് നമ്മെ കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിച്ച കാലത്ത് അദ്ദേഹം പണിഞ്ഞ് വന്ന ഒരു ജലബോംബാണ് ആ അണക്കെട്ട്. ആ അണക്കെട്ടിനെ തകർക്കുവാനായി ആ അണക്കെട്ട് ഏത് നിമിഷവും തകരും, അതുകൊണ്ട് മറ്റൊരു അണക്കെട്ട് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് റസൽ ജോയി ചെയ്യുന്ന പരിപാടികൾ നമ്മളെല്ലാം യൂട്യൂബിലൂടെ നിരന്തരം കാണുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ ഉളവാക്കിയത് ആരാണ്? നമ്മുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയാണ്. അച്യുതമേനോൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആ ജലബോംബിനെ ഇന്നും അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരികതയെ കീഴ്മേൽ മറിക്കുന്ന പല തീരുമാനങ്ങളും എടുക്കുന്നതായി എനിക്ക് കാണാൻ കഴിയും. നമ്മുടെ സ്ത്രീകൾക്ക് ബസ് യാത്ര ചെയ്യുവാൻ സൗജന്യയാത്ര, അത് നമ്മുടെ സാംസ്കാരികതയെ കീഴ്മേൽ മറിക്കും. വീടുകളിൽ നിന്ന് സ്ത്രീകൾ ഇരിക്കത്തില്ല, അവർക്ക് ഇഷ്ടമായ സ്ഥലങ്ങളിൽ ടിക്കറ്റ് ഫ്രീ ആയി കിട്ടുകയല്ലേ, കയറി പോവുക, അവര് എവിടെ വേണോ സഞ്ചരിക്കുകയും അവസാനം പറ്റുന്നതെന്നാണ് പ്രൈവറ്റ് ബസ്സില് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കൂടി KSRTC യാത്ര ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി ആ കോർപ്പറേഷൻ തകരും. ആ കോർപ്പറേഷൻ തകരുന്നത് മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന സാംസ്കാരിക അധപ്പതനത്തിനും വഴിതെളിക്കും. ഇതെല്ലാം ഭരണാധികാരികൾ ശ്രദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വിളക്കിലെ ഈ ചെറിയ പ്രശ്നം ഇവിടെ ഉപസംഹരിക്കും.